Magic Magic morning. morning. Magic morning. Morning. Okay. Magic morning. അപ്പോ എല്ലാവരുടെ പ്രസൻസും ഇവിടെ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? Yes. ഓക്കെ, താങ്ക് യു. സോ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷന്റെ പോസ്റ്റർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് നമ്മുടെ സെഷൻ എടുക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സാജിദ മാം ആണ്. ഓക്കെ, മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാസ്റ്ററിങ് യുവർ ഗോൾസ് വിത്ത് അഫർമേഷൻസ് ആണ്. ക്ലിയർ? സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സാജിദ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാജിദ മാം. താങ്ക് യു. ഓക്കെ. ക്ലിയർ ആണല്ലേ? ഐ എം ഓഡിബിൾ റൈറ്റ്? Audible ആണ്. സ്ക്രീനും കാണുന്നുണ്ടല്ലേ? അതെ മാം, ഓക്കെ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹായ് എവരി വൺ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് മാസ്റ്ററിങ് യുവർ ഗോൾസ് വിത്ത് അഫർമേഷൻ. സോ എത്ര പേർക്ക് ഗോൾ ഉണ്ട്, ലക്ഷ്യമുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത്. എത്ര പേർക്ക് ഗോൾ ഉണ്ട്? എത്ര പേർക്ക് ലക്ഷ്യമുണ്ട്? യെസ് ഓർ നോ? എത്ര പേർക്ക് ലക്ഷ്യമുണ്ട്? ഓക്കെ, മീ അധികം ആൾക്കും ലക്ഷ്യമുണ്ട്. സോ ഹാവിങ് എ ഗോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, ഹാവിങ് എ ഗോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എങ്ങനെ അഫർമേഷനിൽ കൂടിയിട്ട് ലക്ഷ്യം അച്ചീവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. സോ എന്താണ് അഫർമേഷൻ എന്നറിയോ? യെസ് ഓർ നോ? അഫർമേഷൻ എന്താണെന്ന് അറിയോ? Do you know what is affirmation? Yes. ഒരാൾക്ക് അറിയില്ല. ഓക്കെ, ഡെഫിനേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഐ വാണ്ട് യു ഓൾ ടു പ്രാക്ടീസ് അഫർമേഷൻ. ഓക്കെ, ബട്ട് സ്റ്റിൽ ആസ് എ ഫോർമാലിറ്റി ഡെഫിനേഷൻ എന്താണെന്ന് അറിയാം. അഫർമേഷൻ ഇസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് യു കീപ് റിപ്പീറ്റിംഗ് ടു യുവർ സെൽഫ്. മീൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അഫർമേഷൻ. ഇറ്റ്സ് ലൈക്ക് എ പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് ലൈക്ക് എ സെൽഫ് ടോക്ക്, ബട്ട് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കണം. സോ നമ്മൾ മൈൻഡ് ഒരു ഗാർഡൻ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മളുടെ ചിന്തകൾ എന്ന് പറഞ്ഞാല് സീഡ്സ് ആണ്. നമ്മൾ സീഡ്സ് നടണോ അല്ലെങ്കിൽ വീഡ്സ്, അതായത് നല്ലതല്ലാത്ത സീഡ്സ് നടണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻ എന്ന് പറഞ്ഞാല് കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. ആ അഫർമേഷൻ നമ്മൾ ചിന്തകളെ വരെ മാറ്റും എന്ന് പറയുന്നത്. ആ ചിന്തകൾ മാറ്റിയാൽ നമ്മൾ ആക്ഷനും മാറും. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് അഫർമേഷൻ. അതായത് അഫർമേഷന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണമെങ്കിലും നമുക്ക് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടണോ എന്നാ പറയാ ഐ എം എ കോൺഫിഡൻസ് സ്പീക്കർ. നിങ്ങൾ മടി മാറ്റണോ എന്നാൽ അതിനുള്ള അഫർമേഷൻ ആണ് ഐ എം ആക്റ്റീവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യണോ, അപ്പോൾ അതനുസരിച്ചിട്ട് അഫർമേഷൻ ഐ എം യൂട്ടിലൈസിങ് ഈച്ച് സെക്കൻഡ് ഓഫ് മൈ ഡേ. അപ്പോൾ ഏതൊരു ലക്ഷ്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് അഫർമേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ബേസിക്കലി അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് വേർഡ്സ് ആണ് അഫർമേഷൻ. ഞാൻ പറഞ്ഞില്ല, വേർഡ്സ് നിങ്ങളെ ചിന്തകളെ മാറ്റാം. സപ്പോസ് നിങ്ങൾക്ക് മടിയുള്ള ആളാണ്, അപ്പൊ നിങ്ങൾ ഐ ആം ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൈൻഡിലും ആ ഒരു ഞാൻ ആക്റ്റീവ് ആണ് എന്നുള്ള ഒരു ഇത് വരും. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കും.
അത് നിങ്ങളെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റും. സപ്പോസ് നിങ്ങൾ അഫർമേഷൻ ലൈക്ക് ഐ വാണ്ട് ടു ബി എ കോൺഫിഡൻറ്റ് പബ്ലിക് സ്പീക്കർ എന്നാണ്. ആ ഒരു വേർഡ്സ് പറയുമ്പോൾ നിങ്ങൾ ചിന്തകളും മാറാൻ തുടങ്ങും. ഓക്കെ, ഞാനിപ്പോൾ നല്ലൊരു സ്പീക്കർ ആയിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കും. നിങ്ങൾക്ക് നാളെ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയി സംസാരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയി നാളെ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും ഓപ്പർച്യൂണിറ്റി കിട്ടും. നിങ്ങളെ ലൈഫ് തന്നെ മാറാൻ പറ്റും. അപ്പോൾ ഏതൊരു അഫർമേഷനിൽ കൂടിയിട്ട് അത് കറക്റ്റ് രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റും. സോ വാട്ട് ഈസ് ദ കറക്റ്റ് വേ ടു പ്രാക്ടീസ് അഫർമേഷൻ? അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ടു അച്ചീവ് യുവർ ഗോൾ ത്രൂ അഫർമേഷൻ. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ അഫർമേഷൻ അച്ചീവ് ചെയ്യാൻ, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യം കിട്ടാൻ, അഫർമേഷനിലേക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താനാണ് പറയുന്നത്. ഫസ്റ്റ്, ബി ക്ലിയർ അബൌട്ട് യുവർ ഗോൾ. അതായത് നിങ്ങൾക്ക് എവിടെ എത്തണം എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ആലിസ് ആൻഡ് പൂച്ചേന്റെ ഒരു കഥയുണ്ട്. ലൈക്ക് പൂച്ച സംസാരിക്കുമല്ലോ, അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു കഥയാണ്. ബട്ട് അധികം മോട്ടിവേഷണൽ സ്റ്റോറിയിലും മോട്ടിവേഷണൽ ടോക്കിലും കേൾക്കുന്ന കഥയാണ്. ഒരു ദിവസം ആലിസും പൂച്ചയും ഫോറസ്റ്റിലെ നടക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ദേ ലോസ് ദർ വേ, അവർക്ക് അവരുടെ വഴി നഷ്ടപ്പെട്ടു. അപ്പോൾ ആലിസ് പൂച്ചയോട് പറഞ്ഞു, എനിക്ക് വഴി കാണിച്ചതാണ്. അപ്പൊ പൂച്ച ആലിസിനോട് ചോദിച്ചു, നിനക്ക് എവിടെയാ പോകേണ്ടതെന്ന്. അപ്പൊ ആലിസ് പറഞ്ഞു, എനിക്ക് എവിടെയാ പോകേണ്ടതെന്ന് അറിയൂല. അപ്പൊ പൂച്ച പറഞ്ഞു, നിനക്ക് എവിടെയാ പോകേണ്ടതെന്ന് അറിയൂല്ലെങ്കിൽ എനിക്ക് വഴി കാണിച്ചു തരാനും പറ്റൂല. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോൾ. നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാ പോകേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് സെറ്റ് യുവർ ഗോൾ. എന്താണ് ഗോള് ക്ലിയർ ആയിരിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ബുക്കിൽ, ചില ആൾക്ക് ഓർമ്മിച്ചാൽ തന്നെ മതിയാവും, മാത്രം അധികം ആൾക്ക് ഒരു ജേർണലിൽ ക്ലാരിറ്റി ഉണ്ടാവണം. വാട്ട് ഈസ് യുവർ ഗോൾ എന്ന് ഒരു ജേർണലിൽ എഴുതണം. ഗോൾസും കുറെ ടൈപ്പ് ഉണ്ട്. ലൈക്ക് പ്രൊഫഷണൽ ഗോൾ, കരിയർ ഗോൾ, പിന്നെ ഫിനാൻഷ്യൽ ഗോൾ, ഹെൽത്ത് ഗോൾ, റിലേഷൻഷിപ്പ് ഗോൾ. ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ട് തന്നെ കുറെ പറയാനുണ്ട്. സോ ഇപ്പോൾ ഞാൻ അഫർമേഷനിൽ കൂടി ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അറിയുന്നത്. സോ ഐ എം നോട്ട് ടോക്കിംഗ് മച്ച് അബൌട്ട് ഗോൾ. സോ ഗോൾ എന്താന്ന് ക്ലാരിറ്റി ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, എങ്ങനെ അഫർമേഷൻ സെറ്റ് ചെയ്യണം? അഫർമേഷൻ എപ്പോഴും ഐ ആം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിലായിരിക്കണം. പിന്നെ ലൈക്ക് നിങ്ങളൊരു ലേസി ആളാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഫീൽ ടയേർഡ്, എനിക്ക് ക്ഷീണിക്കേണ്ട ഇല്ല, അങ്ങനെയല്ല പറയേണ്ടത്. ഐ ആം ആക്റ്റീവ്, അങ്ങനെയാണ് പറയേണ്ടത്. സപ്പോസ് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് സ്പീക്കർ ആവണം എന്നാൽ നിങ്ങൾ പറയേണ്ടത് ഐ ആം എ കോൺഫിഡൻസ് സ്പീക്കർ, അല്ലാതെ ഐ ആം എഫ്രേഡ് ഓൺ സ്റ്റേജ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി എഫ്രേഡ് ഓൺ സ്റ്റേജ്, അങ്ങനെയല്ല പറയേണ്ടത്. എപ്പോഴും പോസിറ്റീവിലായിരിക്കണം അഫർമേഷൻ പറയേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇൻ പ്രസന്റ് ടെൻസ് ഓൾസോ. പിന്നെ മേക്ക് ഇറ്റ് സ്പെസിഫിക് ആൻഡ് ഇമോഷണൽ. അതായത് ലൈക്ക് ഐ വാണ്ട് ടു ബി എ മില്യനർ എന്ന് പറയുന്നതിന് പകരം സ്പെസിഫിക് ആയിരിക്കണം. ലൈക്ക് ഐ വാണ്ട് ടു ബി റിച്ച് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സപ്പോസ് നിങ്ങളെ ഇൻകം ഇപ്പോൾ 10,000 ആണ്, സ്പെസിഫിക് ആയിട്ട് ഐ വാണ്ട് ടു ഏൺ 1 lakh എവറി മന്ത്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയണം. അല്ലാതെ ഇങ്ങനെ പറയേണ്ടതല്ല. ഐ വാണ്ട് ടു ഏൺ ഒരു സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. ആൻഡ് ഇമോഷണൽ ആയിരിക്കണം. ഇമോഷണൽ മീൻസ് നിങ്ങൾ പറയുന്നത് ഐ വാണ്ട് ടു ബി ഹാപ്പി. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉള്ളിൽ ഫീൽ ചെയ്തിട്ട് പറയണം. സേ ഇറ്റ് വിത്ത് ഫീലിംഗ് എന്നാണ് പറയുന്നത്. എന്തോ എവറിത്തിങ് ഇൻ വേൾഡ് ഇസ് എനർജി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്, നിങ്ങൾ ഒരു ഡിപ്രഷന്റെ ആളാന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങളെ അഫർമേഷൻ ഐ ആം ഹാപ്പി എന്നായിരിക്കും. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം പറയുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഡിപ്രഷന്റെ ആളാണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, അപ്പൊ നിങ്ങൾ ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ സപ്പോസ് നിങ്ങളെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മീൻസ് കോൺഫ്ലിക്റ്റ്, അതിനെ പറയുന്നതാണ് കോൺഫ്ലിക്റ്റ് മൈൻഡ്. ഇത്രയും ഡിപ്രഷൻ ആയ ആള് ഞാൻ ഹാപ്പിയോ. വേറൊരു എക്സാമ്പിൾ, നിങ്ങൾ വളരെ പുവർ ആണ്, അപ്പോൾ നിങ്ങൾ പറയുന്നത് ഐ ആം റിച്ച് എന്ന്. അപ്പോഴും നിങ്ങൾക്ക് ഇത്രയും പുവർ ആയ ആള് റിച്ച് എന്ന് പറയോ, അതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. സോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പറയാം അതെല്ലാം ഐ ആം ബിക്കമിങ് റിച്ചർ എവറി ഡേ, ഞാൻ ഓരോ ദിവസം റിച്ച് ആയിക്കൊണ്ട് പോന്ന്, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ പിന്നെ ഈ ഡിപ്രഷൻ ആണെങ്കിൽ ഐ ആം ബിക്കമിങ് ഹാപ്പിയർ ഡേ ബൈ ഡേ, അങ്ങനെ കുറച്ചൊരു ചേഞ്ച് വരുത്താം. ഇറ്റ് ക്യാൻ ബി ഇൻ പ്രസന്റ് ടെൻസ് ഓർ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, രണ്ടിലും വരാം. ഇനി ഇത് കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്യണം. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നും പറഞ്ഞ് നാളെ പറയുന്നില്ല, അങ്ങനെയല്ല. ബിക്കോസ് ബ്രെയിൻ ഒരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ
ആ ഒരു ബ്രെയിനിന്റെ റീവയറിംഗ് എല്ലാം നടക്കണമെങ്കിൽ ബ്രെയിന് കണ്ടിന്യൂറ്റി ഇഷ്ടമാണ്. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താലേ അഫർമേഷൻ നല്ല എഫക്റ്റീവ് ആയിരിക്കും. സോ ഡെയിലി പ്രാക്ടീസ്, റിപ്പീറ്റ് കൺസിസ്റ്റന്റ്ലി. യു ക്യാൻ റിപ്പീറ്റ് ദം അലോട്ട്. ഉറക്കെ പറയാം. ലൈക്ക് ഒരു റൂം പൂട്ടിയിട്ട് മിററിൽ നോക്കിയിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവും. മിററിൽ നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, വേറെ വേറെ മെത്തേഡ് ട്രൈ ചെയ്യാം. ചില ആൾക്ക് പറഞ്ഞാൽ മതിയാവും, ചില ആൾക്ക് എഴുതേണ്ടി വരും. നിങ്ങളെ പാറ്റേൺ എന്തെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ട്രൈ. അങ്ങനെ പറയാം. സോ യു ഹാവ് ടു റിപ്പീറ്റ് ദം അലോട്ട്. ഉറക്കെ പറയാം. ഐ എം ഹാപ്പി, ഐ എം കോൺഫിഡൻറ്റ്. ആ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ട് പറയാം. അല്ലാതെ ഐ ആം കോൺഫിഡൻറ്റ് ഇല്ലേ പറഞ്ഞു, ഒരു വിശ്വാസം വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഫർമേഷൻ എഴുതുകയും ചെയ്യാം. ചില ആൾക്ക് പറഞ്ഞാൽ അത്ര എഫക്റ്റീവ് ഉണ്ടാവില്ല. ഒരാൾ ഓരോ ടൈപ്പാണ്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഇസ് യുവർ ടൈപ്പ്. സോ യു ക്യാൻ റൈറ്റ് യുവർ അഫർമേഷൻ ഓൾസോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻ എഴുതുകയും ചെയ്യാം. ഇത് സിമ്പിൾ ടെക്നിക്കാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കാണ്, സ്റ്റിക്കി നോട്ട് മാനിഫെസ്റ്റേഷൻ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കി നോട്ടിൽ അഫർമേഷൻ എഴുതാം. സ്റ്റിക്കി നോട്ടിൽ എഴുതുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും എഴുതിയാൽ മതി. ഒരിക്കലും എഴുതിയിട്ട് മിററിൽ, വാളില്, പിന്നെ എവിടെയൊക്കെ നമുക്ക് കാണുന്ന, നമ്മൾ ഇതിൽ ഡെയിലി വീട്ടിൽ ഒരു കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്തെല്ലാം ഇത് ഒട്ടിച്ചാൽ ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മയാവും, ഓ ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാനൊരു കോൺഫിഡൻസ് സ്പീക്കറാണ്. ഇത് ഞാൻ ടൈം മാനേജ്മെന്റിന്റെ അഫർമേഷൻ വരെ വെച്ചിട്ടുണ്ട്. ഞാൻ ടൈം മാനേജ്മെന്റ് അഫർമേഷൻ എഴുതിയത് ഐ ആം യൂട്ടിലൈസിങ് ഈച്ച് സെക്കൻഡ് ഓഫ് മൈ ഡേ. ഞാൻ ഓരോ സെക്കൻഡും പ്രീഷ്യസ് ആണ്. അത് ഒരു സെക്കൻഡും വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. ആ ഒരു അഫർമേഷൻ എഴുതിയതോടെ ഞങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തൊരു ലക്ഷ്യമാണ് അതനുസരിച്ചിട്ട് നിങ്ങൾ അഫർമേഷൻ സെറ്റ് ചെയ്യണം. അത് സ്റ്റിക്കി നോട്ട് ഭയങ്കര എഫക്റ്റീവ് ആണ്. ബിക്കോസ് കുറെ ടൈമും വേണ്ട. മെഡിറ്റേഷനൊക്കെ കുറെ ടൈം വേണം. മെഡിറ്റേഷനും പവർഫുൾ തന്നെയാണ്, അത് മെഡിറ്റേഷൻ കുറെ ടൈം വേണം. സ്റ്റിക്കി നോട്ട് മാനിഫെസ്റ്റേഷൻ സിമ്പിൾ ടെക്നിക്കാണ്, ബട്ട് അമേസിങ് റിസൾട്ട് ആണ്. ഐ ഫെൽറ്റ് ഇറ്റ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. സോ ഈ അഫർമേഷൻ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ഇന്നൊരു 5-10 മിനിറ്റ് എടുക്കും. 15 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് വേണ്ട സ്ഥലത്തെല്ലാം ഒട്ടിക്കുക. ഇറ്റ് വിൽ വർക്ക്. ഇന്റഗ്രേറ്റ് ദം എന്ന് പറഞ്ഞാൽ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ബെസ്റ്റ് ടൈം മോർണിംഗ് ആണ്. മോർണിംഗിലേക്ക് യുവർ മൈൻഡ് വിൽ ബി ഫ്രഷ്. മോർണിംഗ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നല്ല ടൈമാണ്. ആ സമയം നമ്മളെ മൈൻഡ് തീറ്റ സ്റ്റേറ്റിൽ പോകുന്നതെന്നാണ് പറയുന്നത്. ആ സമയം നമ്മളെ മൈൻഡ് സബ് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ ബെസ്റ്റ് ടൈം മോർണിംഗ്. ആൻഡ് മോർണിംഗ് സൂൺ ആഫ്റ്റർ യു ഗെറ്റ് അപ്പും ആ ഒരു തീറ്റ സ്റ്റേറ്റിലായിരിക്കും. ബിഫോർ യു സ്ലീപ്പും ആ ഒരു മൈൻഡ് ആ ഒരു സ്റ്റേറ്റിലായിരിക്കും. ആ ഒരു 30 മിനിറ്റ്സ് ആഫ്റ്റർ യു ഗെറ്റ് അപ്പും 30 മിനിറ്റ്സ് ബിഫോർ യു സ്ലീപ്പും ഭയങ്കര പവർഫുൾ ടൈമാണ്. ആ സമയം നമുക്ക് അതിനത്ര പോസിറ്റീവ് ഇത് കൊടുക്കണം. അഫർമേഷനും വിഷ്വലൈസേഷനും പിന്നെ എല്ലാം ആ സമയം കൊടുത്താൽ ഭയങ്കര പവർഫുൾ ആയിരിക്കും. പിന്നെ അതല്ലാതെ എപ്പോഴൊക്കെ നിങ്ങൾ ഡിപ്രഷന്റെ ആളാണെങ്കിൽ, എപ്പോഴൊക്കെ നിങ്ങൾ ഡൗൺ ആയി തോന്നുന്നുണ്ട്, ഓക്കെ, എപ്പോഴും ഞാനിത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓക്കെ ഞങ്ങൾക്ക് വിഷമമാണ്, ഐ എം ഫീലിംഗ് ഡൗൺ എന്ന് തോന്നുമ്പോൾ ഇമ്മീഡിയറ്റ്ലി റിപ്ലേസ് ദാറ്റ് തോട്ട് വിത്ത് ഐ എം ഹാപ്പി. ബിക്കോസ് നമ്മളെ മൈൻഡിന് ഒരേ സമയം 2 ചിന്ത ചിന്തിക്കാൻ പറ്റൂല. യെസ് ഓർ നോ? ആർക്കെങ്കിലും ഒരു സെക്കൻഡിൽ 2 ചിന്ത ചിന്തിക്കാൻ പറ്റാറുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് ഓർ നോ. ഒരേ സമയം 2 ചിന്ത ചിന്തിക്കാൻ പറ്റാറുണ്ടോ? നോ നോ നോ. ഒരാൾക്കും ചിന്തിക്കാൻ പറ്റൂല. എല്ലാവരും നോ ആണ് ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഒരു സമയം 2 ചിന്ത, ഒരു മൊമെന്റിൽ 2 ചിന്ത വരൂല. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്ത വരുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ് ഇറ്റ് വിത്ത് പോസിറ്റീവ്. ഇതും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എപ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി ഞാൻ പറയാറുണ്ട് ഐ എം ഹാപ്പി. പ്രശ്നം തീർന്നു. എൻ്റെ ഉള്ളില് ആ വിഷമത്തിന്റെ ഇത് പോയി ഹാപ്പിനെസ് വന്നു. എപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എക്സാം ഫിയറിലുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, എക്സാം ഫിയറിലുള്ള ആൾക്കാരെങ്കിലും എക്സാമിന് പേടിയാന്ന് എല്ലാം ഇമ്മീഡിയറ്റ്ലി അഫർമേഷൻ കൊടുക്കുക. ഞങ്ങൾക്ക് എക്സാം നല്ല ഈസിലി പാസ്സാവും, നല്ല ഇതിൽ ചെയ്യാൻ പറ്റും, നല്ല ഐ വിൽ പെർഫോം ഗുഡ് ഇൻ മൈ എക്സാം. ഓക്കെ, ഐ എം പെർഫോമിങ് ഗുഡ് ഇൻ മൈ എക്സാം. അല്ലെങ്കിൽ ഐ എം സ്റ്റഡിങ് എവറി ഡേ, സോ എക്സാം വിൽ ബി ഈസി. എന്തിനാണെങ്കിലും എന്ത് നെഗറ്റീവ് തോട്ട് വരുന്നുണ്ടെങ്കിലും അതിനെ ഇമ്മീഡിയറ്റ്ലി പോസിറ്റീവ്ലി റിപ്ലേസ്. ഈ ഒരു ലോജിക് മനസ്സിലാക്കിയാൽ മതി. യുവർ മൈൻഡ് കനോട്ട് ഹാവ് 2 തോട്ട്സ് അറ്റ് എ സെയിം ടൈം. ഇതർ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ ന്യൂട്രൽ കൂടിയുണ്ട്. സോ എപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട് വരുന്ന യു ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് പോസിറ്റീവ്. തോട്ട്സ് 3 ടൈപ്പ് ഉണ്ട്. ലൈക്ക് പോസിറ്റീവ് തോട്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു കോൺഫിഡൻസ് സ്പീക്കർ, പോസിറ്റീവായി പറയുന്നത്.
നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, എനിക്ക് ഭയങ്കര ടയേർഡാണ്, നെഗറ്റീവ്. ന്യൂട്രൽ തോട്ട് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് പോകണം, അതെല്ലാം ന്യൂട്രൽ തോട്ട്സ് ആണ്. ന്യൂട്രൽ തോട്ട്സ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ബട്ട് ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങിന് 60,000 to 80,000 തോട്ട്സ് ഒരു ദിവസം ചിന്തിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചിന്തകളിനെ കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മളെ ലൈഫ് കുറെ മാറി. ചിന്തകൾ നെഗറ്റീവ് വരുമ്പോഴൊക്കെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്താൽ തന്നെ നമ്മളെ ലൈഫ് മാറും. ഇത് സൈക്കോളജി പറയുന്ന ഏതൊരു ഹാബിറ്റും ഫോം ചെയ്യാൻ മിനിമം 21 ദിവസം എടുക്കുന്നാണ് പറയുന്നത്. ചിലപ്പോ ചെറിയ കുറച്ച് ദിവസത്തിൽ റെഡി ആവുമായിരിക്കും. ഇതിപ്പോ പറയാറില്ല, ചിലവൾക്ക് റെഡി ആവും, ചിലവൾക്ക് റെഡി ആവില്ല, അങ്ങനെയൊക്കെ പറയാറില്ല. അപ്പോൾ മിനിമം ഒരു 21 ദിവസമെങ്കിലും എടുക്കും. ചിലപ്പോൾ അത് കൂടുകയും ചെയ്യും, കുറവുകയും ചെയ്യും. ബട്ട് കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് കണ്ടിന്യൂസ്ലി. അഫർമേഷൻ മൈൻഡിനുള്ള എക്സസൈസ് ആണ്. എത്ര പേര് ബോഡിക്ക് എക്സസൈസ് ചെയ്യാറുണ്ട്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് എത്ര പേര് ബോഡിക്ക് എക്സസൈസ് ചെയ്യാറുണ്ട്? ഫിസിക്കൽ എക്സസൈസ്, ഹൗ മെനി ഓഫ് യു ഡു? Yes or no? ഫിസിക്കൽ എക്സസൈസ് എത്ര പേര് ചെയ്യാറുണ്ട്? യെസ്. ആൻഡ് വാട്ട് അബൌട്ട് എക്സസൈസ് ഫോർ മൈൻഡ്? മൈൻഡിനുള്ള എക്സസൈസ് ചെയ്യാറുണ്ടോ? യെസ് ഓർ നോ? മൈൻഡിനുള്ള എക്സസൈസ് ചെയ്യാറുണ്ടോ? ഇത് ബി മാജിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് യെസ് ആയിരിക്കും, ബിക്കോസ് നിങ്ങൾ രാവിലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അത് മൈൻഡിലേക്കുള്ള എക്സസൈസ് ആണ്. ബാക്കി പബ്ലിക് ഗ്രൂപ്പിലേക്ക് പോയാലേ എനിക്ക് നോ എന്നുള്ള ആൻസർ ആ കിട്ടുന്നത്, ബിക്കോസ് അവർ മൈൻഡിനുള്ള എക്സസൈസ് ചെയ്യാറേയില്ല. മൈൻഡ് എന്നുള്ള ഒരു കാര്യം ഇഗ്നോർ ചെയ്യാറാണ്. ബട്ട് ഞാൻ കുറച്ച് മുമ്പ് ജോയിൻ ചെയ്തതുകൊണ്ട് കണ്ടു, പവർഫുൾ മെഡിറ്റേഷൻ നിങ്ങൾ ഡെയിലി രാവിലെ ചെയ്യുന്നുണ്ട്. സോ ബോഡി ആൻഡ് മൈൻഡ് ഇസ് കണക്റ്റഡ്. ബോഡിക്ക് എക്സസൈസ് കൊടുക്കുന്ന പോലെ നമ്മൾ ജിമ്മിൽ പോകുന്ന എന്തിനാ? മസിൽസ് ബിൽഡ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നതും ആവശ്യമാണ്. മെന്റലി നമ്മൾ ബിൽഡ് ചെയ്യുന്നതും ആവശ്യമാണ്. അതിനുള്ളതാണ് ഈ മെഡിറ്റേഷൻ, അഫർമേഷൻ, വിഷ്വലൈസേഷൻ. പിന്നെ ഈ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്നത് പോലും മൈൻഡിനുള്ള എക്സസൈസ് ആണ്. ഇപ്പോൾ ബോഡി ആൻഡ് മൈൻഡ് ഇസ് കണക്റ്റഡ് കുറേ സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. എന്നാലും ആൾക്കാർ മൈൻഡിനെ ഇഗ്നോർ ചെയ്യും, ബോഡി മാത്രം നോക്കും. സോ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ബോഡി മൈൻഡ്. ബോഡിയും മൈൻഡും മാത്രമല്ല, ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാല് ബോഡി, മൈൻഡ്, സോൾ, മൂന്നും ഉണ്ട്. അപ്പൊ മൂന്നിന് കൊടുക്കേണ്ട ഫുഡും കൊടുക്കണം, എന്നാലേ നമുക്ക് നമ്മളെ അഫർമേഷനെല്ലാം വർക്ക് ആവും. ലൈക്ക് ഞാൻ കുറെ കൊല്ലം മോട്ടിവേഷൻ ക്ലാസ് കേട്ടു, മൈൻഡ് എന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറെ കൊല്ലം മോട്ടിവേഷൻ ക്ലാസ് കേട്ടു. ഞാൻ MCA സൈക്കോളജിസ്റ്റ് ആയതും ഞാൻ ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് കേട്ട് പിന്നെ സൈക്കോളജിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. അങ്ങനെ ക്ലാസ് കേട്ട് ഞാൻ സൈക്കോളജിസ്റ്റ് ആയതാ. അപ്പോ അതുകൊണ്ട് അപ്പോഴൊക്കെ ഞാൻ ബോഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തില്ല, ഞാൻ മൈൻഡിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ ഞാനൊരു ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, യു ഹാവ് ടു കോൺസെൻട്രേറ്റ് മൈൻഡ്, ബോഡി ആൻഡ് സോൾ. സോൾ മൈൻഡിനുള്ള ഫുഡാണ് ഈ അഫർമേഷൻ, വിഷ്വലൈസേഷൻ ഒക്കെ. ബോഡിക്കുള്ള ഫുഡാണ് എക്സസൈസ്, പിന്നെ ബോഡി എക്സസൈസ്, ന്യൂട്രീഷ്യസ് ഫുഡ്. അത് എക്സസൈസ് രണ്ടിനും, ബോഡിക്കും മൈൻഡിനും രണ്ടുമാണ്. പിന്നെ സോൾ, അതായത് നമ്മൾ ആത്മാവിനുള്ള ഫുഡാണ് ഗ്രാറ്റിറ്റ്യൂഡും പ്രേയറും വേറെ എന്തൊക്കെയോ, അതൊക്കെ ആത്മാവിനുള്ള ഫുഡാണ്. ഇതിന് മൂന്നിനുള്ള ഫുഡും കൊടുക്കേണ്ടതാണ്. സോ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡിലേക്കുള്ള ഒരു എക്സസൈസ് ആണ്. അഫർമേഷൻ നിങ്ങളെ ബ്രെയിനിൽ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ബ്രെയിനിന് ഒരു ട്രെയിനിങ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവാൻ, ഐ എം ബിക്കമിങ് കോൺഫിഡൻറ്റ് എവറി ഡേ, ഓക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളെ ബ്രെയിൻ അതൊരു എക്സസൈസ് പോലെയാണ്. ബ്രെയിനിന് ഒരു കോൺഫിഡൻസ് ഇങ്ങനെ കൊടുക്കൊണ്ട് പോകും. ബ്രെയിൻ ഒരു ട്രെയിനിങ് കിട്ടുന്നതാണ്. ഞാനൊരു കോൺഫിഡൻസ് സ്പീക്കറാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ബ്രെയിനിന് ഒരു ട്രെയിനിങ് കിട്ടും. നെക്സ്റ്റ്, വിഷ്വലൈസ് വൈൽ അഫർമിങ്. അഫർമേഷൻ്റെ കൂടെ വിഷ്വലൈസേഷൻ കൂടി ചെയ്താൽ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ബിക്കോസ് ഒരു പ്രോവേർബ് ഉണ്ട്, യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീം കംസ് ട്രൂ. നിങ്ങൾ ഡ്രീം സത്യമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങണമെന്ന്. രാത്രി ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മൾ കോൺഷ്യസ്ലി കാണുന്നതാണ്
സ്വപ്നം. അപ്പോൾ നിങ്ങൾ ഐ എം എ കോൺഫിഡൻറ്റ് സ്പീക്കർ എന്നും നിങ്ങളെ അഫർമേഷൻ എന്താണെന്ന് അറിയില്ല. സോ ഇഫ് യു അഫർമേഷൻ ഇസ് ഐ എം എ കോൺഫിഡൻറ്റ് സ്പീക്കർ, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം നാളെ ഒരു സ്റ്റേജിൽ പോകുന്ന, അത് നല്ല ഇതിൽ സംസാരിക്കുന്ന, നല്ല കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്ന, ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്ന, അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. സോ യു ഹാവ് ടു വിഷ്വലൈസ് വൈൽ അഫർമിങ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അലൈൻ ആക്ഷൻ വിത്ത് അഫർമേഷൻ. ഈ സീക്രട്ട് ബുക്ക് റിലീസ് ചെയ്തപ്പോൾ സീക്രട്ട് ബുക്കിൽ ചെറിയൊരു ഡ്രോബാക്ക് കണ്ടത്, അതിൽ ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, ബട്ട് ഞാൻ ഈ ഓഡിയോ റിവ്യൂ എല്ലാം കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടില്ല. സോ ഏതൊരു അഫർമേഷൻ എന്ത് അഫർമേഷൻ ചെയ്യുന്നെങ്കിലും, ഏതൊരു വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഒരു അഫർമേഷനും ഒരു വിഷ്വലൈസേഷനും വർക്ക് ആവില്ല. സോ ടേക്കിംഗ് ആക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സപ്പോസ് നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഫർമേഷൻ റണ്ണിങ് റേസിൽ ഫസ്റ്റ് പ്ലേസ് കിട്ടണം എന്നായിരിക്കും. അപ്പോൾ അവന് പറഞ്ഞുകൊണ്ടിരിക്കും ഐ എം ഗെറ്റിംഗ് ഫസ്റ്റ് പ്ലേസ് ഇൻ റണ്ണിങ് റേസ്, ഫസ്റ്റ് പ്ലേസ് ഇൻ റണ്ണിങ് റേസ്. എന്നിട്ട് സ്പോർട്സ് ഡേ വരുന്നു. സ്പോർട്സ് ഡേക്ക് അവന് ഗ്രൗണ്ടിലേ ഇറങ്ങുന്നില്ല. സോ അവൻ്റെ അഫർമേഷനും വിഷ്വലൈസേഷനും ഒന്നും വർക്ക് ആവില്ല. അതുപോലെ തന്നെയാണ് ലൈക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സ്പീക്കിംഗ് എടുക്കണം, പ്രൊഫഷണൽ സ്പീക്കർ ആണെന്നുണ്ട്. സോ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഐ വാണ്ട് ടു ബി എ കോൺഫിഡൻസ് സ്പീക്കർ, ഐ വാണ്ട് ടു ബി എ കോൺഫിഡൻസ് സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ലൈക്ക് വിഷ്വലൈസും ചെയ്യുന്നു, സ്വപ്നം കാണുന്നു. ഞാൻ എപ്പോഴും ഡെയിലി സ്വപ്നം കാണുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഓൺലൈൻ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ഇടാനോ ഒന്നിനും ആക്ഷൻ എടുക്കാൻ എനിക്ക് ധൈര്യമില്ല. പിന്നെ ഈ അഫർമേഷനും വിഷ്വലൈസേഷനും ഒന്നും വർക്ക് ആവില്ല. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് തന്നെ എൻ്റെ അഫർമേഷൻ്റെ റിസൾട്ട് എന്ന് പറയാം. ബിക്കോസ് ഐ വാസ് എ ടീച്ചർ. ഞാൻ മുമ്പ് ഒരു ടീച്ചറായിരുന്നു. ബട്ട് എനിക്ക് ആ ജോബ് ഇഷ്ടം ഉണ്ടായിട്ടില്ല. ഞാൻ പെട്ടെന്നല്ല, ഞാൻ പബ്ലിക് സ്പീക്കിംഗ് അവിടെ സ്കൂളിലെ ആങ്കറിങ് എല്ലാം എനിക്ക് തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് നല്ല രസമുണ്ട്. ഞാൻ എൻ്റെ ഇക്കിഗായി കണ്ടുപിടിച്ചു. ഐ തോട്ട് എൻ്റെ സ്കില്ല് ഇതിലാണ്, പബ്ലിക് സ്പീക്കിങ്ങിലാണ്. എനിക്കത് ഇഷ്ടമാണ്, മോട്ടിവേഷണൽ ടോക്ക് ഇഷ്ടമാണ്. ഞാൻ ഗ്രാജുവലി ചേഞ്ച് ചെയ്തതാണ് വിത്ത് അഫർമേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ. പക്ഷെ ഞാൻ ആക്ഷൻ എടുത്തില്ല. ഞാൻ കുറേ അഫർമേഷൻ വിഷ്വലൈസേഷനിൽ ചെയ്തുകൊണ്ടിരുന്നു, ആക്ഷൻ എടുത്തില്ല. ഇപ്പൊ റീസെന്റ് ആണ് ഞാൻ ആക്ഷൻ എടുത്തിട്ട് ഇതുപോലത്തെ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. സോ അഫർമേഷന്റെ കൂടെ വിഷ്വലൈസേഷനും വേണം. അതിനേക്കാളും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ആക്ഷൻ. സ്റ്റേ പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. ലൈക്ക് നിങ്ങൾക്ക് ക്ഷമ വേണം. അഫർമേഷൻ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടി നട്ടാൽ പിറ്റേ ദിവസം മരം ഉണ്ടാവില്ലല്ലോ. ഇറ്റ് ടേക്സ് ടൈം. ഒരു സീഡ് നട്ടാൽ പിറ്റേ ദിവസം തന്നെ അത് ചെടിയാവില്ല, മരം ആവില്ല, ഫ്രൂട്ട് ഒന്നും ആവില്ല. അതുപോലെ തന്നെയാണ് അഫർമേഷൻ. ഇന്ന് അഫർമേഷൻ ചെയ്ത് നാളെ റിസൾട്ട് കിട്ടും അങ്ങനെയല്ല. അല്ലാതെ ഒരാഴ്ച അഫർമേഷൻ ചെയ്ത് 8th ഡേ റിസൾട്ട് കിട്ടുന്നല്ല. അത് ഇറ്റ് ടേക്സ് ടൈം. മാത്രം യു ഹാവ് ടു ബി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. കണ്ടിന്യൂസ്, യു ഷുഡ് നെവർ ഗീവ് അപ്പ്. കണ്ടിന്യൂസ് അഫർമേഷൻ കുറേ സ്ട്രെസ് ഉള്ള പണിയൊന്നുമല്ല. സോ യു ഷുഡ് ബി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. ഡസ് അഫർമേഷൻ റിയലി വർക്ക്? വിൽ അഫർമേഷൻ വർക്ക്? യെസ് ഓർ നോ? തോന്നുന്നുണ്ടോ അഫർമേഷൻ വർക്ക് ആവും? തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? അഫർമേഷൻ യെസ്. നിങ്ങളൊക്കെ രാവിലെ അഫർമേഷൻ ചെയ്യുന്ന ആളാണ്. സോ ഐ നോ യു 100% യെസ്. ഓക്കെ, രാവിലെ അഫർമേഷൻ ചെയ്യുന്ന ആളാണ്. സോ അതുകൊണ്ട് ഞാൻ കുറെ പറയുന്നില്ല. ബട്ട് അഫർമേഷന്റെ കൂടെ വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ടോ എല്ലാവരും? നിങ്ങൾ അഫർമേഷൻ ചെയ്യുമ്പോൾ ഡു വിഷ്വലൈസേഷൻ ടു? യെസ് ഓർ നോ? വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ടോ അഫർമേഷൻ ചെയ്യുമ്പോൾ? വിഷ്വലൈസേഷൻ മീൻസ് ഒന്നുമില്ല, മനസ്സിൽ കാണുന്നത്. ഏതൊരു കാര്യവും 2 പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഒരിക്കൽ മനസ്സിൽ, ഒരിക്കൽ പുറത്ത്. ഈ റിമോട്ട് കൺട്രോൾ പോലും ഫസ്റ്റ് ഉണ്ടാക്കുന്ന ആൾ ഫസ്റ്റ് മൈൻഡിൽ അത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു റിമോട്ട് ഉണ്ടാക്കണം, ഇത്ര സ്വിച്ച് ആയിരിക്കണം, എന്നിട്ടാണ് അത് ഫിസിക്കലി ആവുന്നത്. അപ്പൊ ഏതൊരു കാര്യവും ഫസ്റ്റ് മൈൻഡിൽ ക്രിയേറ്റ് ആവും, എന്നിട്ടാണ് അത് പുറത്താകുന്നത്. അപ്പൊ മൈൻഡിൽ നമ്മൾ കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യണം. സോ ഡസ് അഫർമേഷൻ റിയലി വർക്ക് എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ഇറ്റ് വർക്ക്സ്. ഐ ഫീൽ ഞാനത് ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വർക്ക്ഡ് ഫോർ മീ. സോ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് ആഫ്റ്റർ 1 month കം ബാക്ക് ടു മീ. വർക്ക് ചെയ്തോ ഇല്ലേ? ഐ എം ഷുവർ ഇറ്റ് വിൽ ബി യെസ്. കറക്റ്റ് മെത്തേഡിൽ ഗോൾ ഷുഡ് ബി അച്ചീവബിൾ ഗോൾ ആയിരിക്കണം. ലൈക്ക് നിങ്ങൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണെന്നെല്ലാം വെച്ചിട്ട് പറഞ്ഞിട്ട് അഫർമേഷൻ ചെയ്താൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. റിയലിസ്റ്റിക് ഗോൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം. സോ അഫർമേഷൻ ഇറ്റ് റിയലി വർക്ക്സ്. ബിക്കോസ് വലിയ സ്പോർട്സ് സ്കൂളിലൊക്കെ
വലിയ അത്ലീറ്റ്സ് ഒക്കെ ഈവൻ ദ ഗ്രേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി പറഞ്ഞിട്ടുണ്ട്, ഐ ആം ദ ഗ്രേറ്റസ്റ്റ്. ഈവൻ ബിഫോർ ഹി ബിക്കെയിം ദ ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി പറഞ്ഞുകൊണ്ടിരുന്നു ഐ എം ദ ഗ്രേറ്റസ്റ്റ്. അഫർമേഷൻ ചെയ്തത് മാത്രമല്ല, ഹി വിഷ്വലൈസ്ഡ് സക്സസ്. ഓക്കെ, ഞാൻ വലിയ ബോക്സിംഗ് ചാമ്പ്യൻ ആവുമെന്ന് വിഷ്വലൈസ് ചെയ്ത്. സോ അഫർമേഷന്റെ കൂടെ വിഷ്വലൈസേഷൻ കൂടി ചെയ്തിരുന്നു മുഹമ്മദ് അലി. അതുപോലെ തന്നെ റൊണാൾഡോ ഇടയ്ക്കിടയ്ക്ക് ഐ എം ദ ബെസ്റ്റ് എന്ന് പറയാറുണ്ട്, വിഷ്വലൈസ്. അപ്പൊ ഏത് സ്പോർട്സ് സ്കൂളും എവിടെ പോയാലും വലിയ വലിയ ട്രെയിനേഴ്സ് ഒക്കെ ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ കൂടെ മെന്റൽ എക്സസൈസ് കൂടി ചെയ്യാറുണ്ട്. അഫർമേഷൻ റിക്വയർസ് ടൈം, എനർജി ആൻഡ് എഫേർട്ട്. അഫർമേഷന് ടൈം വേണമെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനെ പോലെ കുറെ ടൈം ഒന്നും വേണ്ട, കുറച്ചും ടൈം മതി. രാവിലെ ഒരു 5 മിനിറ്റ്, വൈകുന്നേരം രാത്രി ഒരു 5 മിനിറ്റ്. പിന്നെ എപ്പോഴൊക്കെ നിങ്ങൾ ഡൗൺ തോന്നുന്നു അപ്പോഴൊക്കെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. എൻ്റെ ലൈഫിന്റെ ഒരു പാർട്ടായി ഞാൻ എപ്പോഴൊക്കെ ഡൗൺ തോന്നുന്നു ഞാൻ ഇമ്മീഡിയറ്റ്ലി അത് റിപ്ലേസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ടൈം, എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എവറിത്തിങ് ഇൻ വേൾഡ് ഇസ് എനർജി. ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. എഫേർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് എഫേർട്ടേ വേണ്ടു. ഈ സ്റ്റിക്കി നോട്ടെല്ലാം ഇങ്ങനെ ഫസ്റ്റ് സ്റ്റിക്കി നോട്ട് മാനിഫെസ്റ്റേഷനിൽ കുറച്ച് ടൈം മതി, ഫസ്റ്റ് എഴുതാനുള്ള ടൈമേ ഉള്ളൂ. പിന്നെ ഈ ഐ എം ഹാപ്പി, ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ആ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഫീൽ ചെയ്തിട്ടായിരിക്കണം പറയുന്നത്. അല്ലാതെ വെറുതെ എനിക്ക് വിശ്വാസം വേണം, ലൈക്ക് വിശ്വാസം ഇല്ലാതെ എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്നാലും പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇതായാൽ വർക്ക് ആവില്ല. ഒരു പ്രോവേർബ് ഉണ്ട്, ഇപ്പൊ ഓർമ്മയായത്, അഫേം ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ്, ബിലീവ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ആക്ച്വലൈസ് ബൈ ഇറ്റ് സെൽഫ്. അഫേം ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം, കാണണം, പിന്നെ അതിൽ വിശ്വാസം വേണം, എന്നാൽ ഇറ്റ് വിൽ, അത് ഓട്ടോമാറ്റിക്കലി അത് വർക്ക്ഔട്ട് ആവുന്നാണ് പറയുന്നത്. അതിൽ ചെറിയൊരു ഇതുണ്ട്, അതിന്റെ കൂടെ ആക്ഷൻ കൂടി ആഡ് ചെയ്യണം. സോ ആ പ്രോവേർബിൽ ആക്ഷൻ ഇല്ല. സോ ആക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെറുതെ അഫേം ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് എന്നിട്ട് കിടന്ന് ഉറങ്ങിയാൽ നിങ്ങളെ ലക്ഷ്യം കിട്ടൂല. ആക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ്. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യണം, അല്ലാതെ ഇന്ന് ചെയ്ത് നാളെ ചെയ്യുന്നില്ല മറ്റന്നാൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ബിക്കോസ് ബ്രെയിനിന് റിപ്പീറ്റേഷൻ ഇഷ്ടമാണ്. ബ്രെയിനിന്റെ എന്തെങ്കിലും ഹാബിറ്റ് റീവയറിങ് നടക്കണമെങ്കിൽ, ബ്രെയിനിൽ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് നടക്കണമെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ മെഡിറ്റേഷൻ ആണെങ്കിലും ഈ മാജിക്കൽ അഫർമേഷൻ ഒക്കെ രാവിലെ ചെയ്യാറുണ്ട്, അതും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് ആ ബ്രെയിനിന്റെ ശരിക്കും ഒരു റീപ്രോഗ്രാമിംഗ് നടക്കുന്നത്. സോ കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ്. ഇത് ഞാൻ ഒരു കോഴ്സായി ചെയ്യാൻ പ്ലാനാണ്, ഓൺലൈൻ അഫർമേഷൻ മെഡിറ്റേഷൻ. വേറൊരു കോഴ്സായിട്ട് തന്നെ അഫർമേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ പ്ലാനാണ്. സോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറെ കൊല്ലം മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മാത്രം ഞാൻ മോർണിംഗ് ഒരു നല്ലൊരു ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുമ്പോഴാണ് എൻ്റെ ലൈഫ് മാറിയത്. സോ മൈൻഡിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ, ബോഡീനെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. ബിക്കോസ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് ഈസ് കണക്റ്റഡ്. സോ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പഞ്ചസാരയും ചായപ്പൊടിയിലോട്ട് ചായ കുടിച്ചാൽ തന്നെ ബോഡി കുറച്ച് ഇതാവും. സോ ഹെൽത്തി ഫുഡ് കഴിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. മൈൻഡിന് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ബോഡിയും മൈൻഡും രണ്ടും ഫോക്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എത്ര പേര് ഓക്കെ നിങ്ങൾ അഫർമേഷൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന, എല്ലാവരും അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? യെസ് മാം, നമ്മൾ ബി മാജിക് കമ്മ്യൂണിറ്റി. അപ്പൊ ഈ ടോപ്പിക് റോങ് ടോപ്പിക്കാ അല്ലെ? ഓൾറെഡി ഓളോ പ്രാക്ടീസിങ് അഫർമേഷൻ. അതെനിക്ക് ഓർമ്മയില്ല, ബി മാജിക് കമ്മ്യൂണിറ്റി ആണ്. കറക്റ്റ് മെത്തേഡിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? വിഷ്വലൈസേഷനും ആക്ഷനും എല്ലാം എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്ത് ഇതാണോ? അതിന്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഡെയിലി ഉണ്ടല്ലേ അഫർമേഷൻ വിഷ്വലൈസേഷൻ ഉണ്ടാവുമായിരിക്കും അല്ലേ രാവിലെ? ഇതിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. മ്യാജിക്കിന്റെ കുറച്ച് കൾച്ചർ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എഴുതി ഇതിൽ പോസ്റ്റ് ഇടുക, ഒരുപാട്. പക്ഷെ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നു. ഒരുപാട് പുതിയ ആളുകളുണ്ട്, പുതിയ ആളുകൾക്ക് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് നല്ല ടോപ്പിക് ആയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താങ്ക് യു. Okay. Doubts? Thank you so much for this section. അപ്പോൾ ടീം നിങ്ങളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടായിരിക്കും. അതേപോലെ സാജിത മാമിന്റെ ഈ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ,
എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളതൊന്ന് അറിയിക്കാവോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. സാജിദ മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഓക്കെ. ഞാനിത് റോങ് ഓഡിയൻസിന്റെ അടുത്തതാണോ എന്ന് ഡൗട്ട് ആയി. ബിക്കോസ് ഞാൻ 5:40 എൻറ്റർ ചെയ്തു. അപ്പോഴൊക്കെ നിങ്ങൾ അഫർമേഷൻ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ടോപ്പിക് മാറ്റാൻ പറ്റൂലല്ലോ. അത് നമ്മളെ ബി മാജിക് കൾച്ചറിന്റെ ഒരു ഭാഗം. അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഇതൊക്കെ കൾച്ചറിന്റെ ബി മാജിക് കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആകണമെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യണം. അതെ. മെമ്പർ അല്ല, കുറച്ച് ആൾക്കാർ ഇതിന് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ട് ഇതില്. അപ്പൊ അവർക്ക് ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് നല്ല പുതിയ പോയിന്റ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മാമിന്റെ പ്രസന്റേഷനും നമ്മളെ സബ്ജക്റ്റിനോടുള്ള അതും ഡീപ്പായിട്ട് സബ്ജക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ആക്ഷൻ എടുക്കാറുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്. ആക്ഷൻ എടുക്കുന്നോണ്ടായിരിക്കാം നമ്മളെ റിസൾട്ട് ഇങ്ങനെ പോസിറ്റീവ് ആയതെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ബഷീർ കാലിക്കറ്റ് സർ, റൈറ്റ്? ബഷീർ സർ, എന്താ ലക്ഷ്യം? റിട്ടയർമെന്റ് കഴിഞ്ഞ് 70 ആയില്ലേ, ഇനിയിപ്പോ എന്ത് ലക്ഷ്യമാണ്? ലക്ഷ്യം എന്റെ ജാപ്പാനീസ് സീക്രട്ട് ഓഫ് ലിവിംഗ് തന്നെ ദേ ഹാവ് എ ഗോൾ. ഇക്കിഗായി ഉണ്ടെന്നാണ് പറയുന്നത്. ഇക്കിഗായി ഒക്കെ ഉണ്ട്. എന്താ ഇക്കിഗായി? എന്താ ഇക്കിഗായി എന്താ വെച്ചാൽ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ആ പൈസ ഉണ്ടാക്കിയിട്ട് പൈസ എല്ലാത്തവർക്ക് കൊടുക്കുക. അതാണ് ലക്ഷ്യം. ഓക്കെ. അപ്പൊ ആ ഒരു അഫർമേഷൻ പറഞ്ഞാൽ മതി. ഐ മേക്കിംഗ് മണി എവറി ഡേ. ഞാൻ എപ്പോഴും പൈസ ഉണ്ടാക്കിക്കൊണ്ടുണ്ട്. ആ ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ആൻഡ് ഹെൽപ്പിംഗ് പീപ്പിൾ. ലക്ഷ്യം അനുസരിച്ചിട്ട് അഫർമേഷൻ ഉണ്ടായിരിക്കണം. സോ ലക്ഷ്യം ഏജിന് വന്നിട്ട് ഉണ്ടാവില്ല. ബിക്കോസ് ജാപ്പാനീസ് സീക്രട്ട് ഇക്കിഗായി ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടല്ലോ. അതിൽ പറയുന്നത് തന്നെ അവര് സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്താന്ന് പറഞ്ഞാല് ദേ ഹാവ് എ ഇക്കിഗായി. സോ നമുക്ക് ഓരോരാൾക്കും ഇക്കിഗായി ഉണ്ട്. ഓരോ മനുഷ്യനും ഒരു ഇക്കിഗായി ഉണ്ട്. അതെന്താന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചിട്ട് യു ഷുഡ് ലിവ്. സോ ഇതെന്റെ ഇക്കിഗായി ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ടീച്ചിങ് ജോബ് എന്ന് വിട്ടു. ഐ ഫെൽറ്റ് ദിസ് ഇസ് മൈ. ഞാൻ ആ ഇക്കിഗായി ബുക്ക് വായിച്ചിട്ട് കുറെ ഇൻസ്പയർ ആയി. ബിക്കോസ് ഞാൻ വിചാരിച്ചു ടീച്ചിങ് പ്രൊഫഷനെ അല്ല എൻ്റെ ഇഷ്ടം, എനിക്ക് പാഷനും ഇല്ല, എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല, ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വിട്ടതാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലി എല്ലാം പറഞ്ഞു എന്തിനു വിട്ടത്, ഹൗ ക്യാൻ യു സിറ്റ് ഇൻ ഹോം. ഫസ്റ്റ് കുറെ നെഗറ്റീവ് കേൾക്കേണ്ട വന്നു. ബട്ട് ഇപ്പോ ഐ എം ഹാപ്പി ബിക്കോസ് ഐ ഫൗണ്ട് മൈ ഇക്കിഗായി ആൻഡ് ഐ എം പെർസ്യൂയിങ് ഇറ്റ്. സോ എല്ലാവരുടെ ഉള്ളിൽ ഇക്കിഗായി ഉണ്ട്, അത് കണ്ടുപിടിക്കണം. വി ഷുഡ് വർക്ക് ഓൺ ഇറ്റ് ആൻഡ് ഷുഡ് ലിവ് അക്കോർഡിംഗ് ടു യുവർ ഇക്കിഗായി. താങ്ക് യു മാം. Thank you. Okay, thank you, Bashir sir. Then next. മാജിക് മോർണിംഗ് ഓൾ. Ma'am. Sorry. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഈ ടോപ്പിക്ക് ഇപ്പൊ 2000-ഓളം അടുത്ത് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഈ അഫർമേഷൻ, വിഷ്വലൈസേഷൻ പല ക്ലാസ്സുകളും ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മാം ഈ കുറഞ്ഞ സമയം കൊണ്ട് വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു, ഉദാഹരണ സഹിതം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ആയാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല റിസൾട്ട് വരുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ അഫർമേഷനെ പോലെ തന്നെയാണ് നെഗറ്റീവ് അഫർമേഷൻ. നമ്മൾ മനസ്സിൽ തോന്നിയാലും നമ്മൾ വാക്കുകളിൽ ശ്രദ്ധിച്ചില്ല, നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വെറുതെ ചുമ്മാ എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പോസിറ്റീവിനായിട്ടും കൂടുതൽ നമ്മൾ ഇന്ന് എന്ത് ചിന്തിച്ചു അതായത് നാളെ തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോ അതൊക്കെ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. അതേപോലെ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് മാം പറഞ്ഞു. എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടാണ് മാം പറഞ്ഞത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയും അടുത്ത വേറൊരു പുതിയ ടോപ്പിക്കായിട്ട് മാമിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വളരെ നല്ല ക്ലാസ്സാണ്. പിന്നെ സീക്രട്ട്, അതുപോലെ തന്നെ നമ്മള് ദ സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് പുസ്തകം പിന്നെ വായിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ ഒരുപാട്, ബഷീർ സാറൊക്കെ 100 കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു റൂം നിറയെ പുസ്തകങ്ങളുണ്ട് എന്നാണ് ബഷീർ സാറിന്റെ വീട്ടിലൊക്കെ പോയ ആളുകൾ. അപ്പൊ അത്രയും നമ്മൾ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പുസ്തകത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അത്രയും അറിവാണ് ഈ ഒരൊറ്റ ക്ലാസ് നിന്ന് കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ ഒരു 10 പുസ്തകമോ അല്ല ഒരു 20 പുസ്തകം വായിച്ച അത്രയും അറിവ് ഒരൊറ്റ ക്ലാസ്സിൽ 20 മിനിറ്റ് കൊണ്ട് കിട്ടി എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിന്റ്. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. പഴയ ആളുകൾ, പുതിയ ആളുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എനിവേ താങ്ക് യു മാം, താങ്ക് യു ഓൾ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. Thank you. Okay, thank you, Naufal sir. Thank you so much.
Then next. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ. പ്രീത മാം. ഹലോ ഹലോ. മാജിക് മാം. സജിത മാം വളരെ നല്ലൊരു ടോപ്പിക്. നമുക്ക് എല്ലാ ബുധനാഴ്ചയും നമുക്ക് അഫർമേഷനും ഒരു ക്ലാസ് ഉള്ളതാണ്. പിന്നെ മാം പറഞ്ഞ പോലെ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞ പോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എന്താ പറയാ, നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യാന്നുണ്ടെങ്കിലും ആദ്യം നമ്മളത് കാണണം, നമ്മുടെ മനസ്സിൽ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിന് ആക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഗോളിലേക്ക് എത്താൻ പറ്റുന്നത്. നമുക്ക് പറഞ്ഞ പോലെ ബി മാജിക് ബഷീർ സാറും നഫൽ സാറൊക്കെ പറഞ്ഞ പോലെ ബി മാജിക് മെമ്പേഴ്സിന് അത് നമുക്ക് എല്ലാ ആഴ്ചയിലും ക്ലാസ് ഉള്ളതാണ്. പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് വീണ്ടും കുറെ പോയിന്റ് കൂടി നമുക്കത് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൈൻഡിന് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക അഫർമേഷൻ കൂടാതെ നമുക്ക് അത് ശരീരത്തിന് കൂടി നമുക്ക് ബാധിക്കുന്ന തരത്തിൽ ഹെൽത്തി ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള ആ ഒരു കാര്യം കൂടി മാം അതിൽ ആഡ് ചെയ്തത് വളരെ നന്നായിരുന്നു. വളരെ നല്ലൊരു ടോപ്പിക്. നഫൽ സാറ് പറഞ്ഞ പോലെ ഇനി ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും വേറൊരു ടോപ്പിക്കുമായിട്ട് മാം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ദിവ്യ മാം. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിന് മാക്സിമം എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യങ്ങളാണ്, എന്താണ് എഫർമേഷൻസ് അതെല്ലാം. എങ്കിൽ കൂടിയും ആ ഒരു സബ്ജക്റ്റിനെ മാക്സിമം നമ്മൾ എന്താ പറയാ എല്ലാ പോയിന്റുകളും പറഞ്ഞ് കവർ ചെയ്ത് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും നമ്മളുടെ ഇക്കിഗായി കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേ പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. പിന്നെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം എന്നും മനസ്സിലായി. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അഫർമേഷൻസ് പറയുന്നതാണ്, പക്ഷെ അത് നമ്മളെ ഫീൽ ചെയ്തുകൊണ്ട് പറഞ്ഞ് ആക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പൊ എല്ലാവരും അത് നമ്മളുടെ ജീവിതത്തിൽ, എനിക്ക് തോന്നുന്നു നമ്മളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും അത് പാലിക്കുന്നുണ്ട് മാക്സിമം. ഈവൻ ദാറ്റ്. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ദെൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നോ? ഓക്കെ, എനിവേ സാജിദ മാം, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെക്ഷൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഡീപ്പായിട്ടുള്ളൊരു സെക്ഷൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. എനിവേ ഇതുപോലത്തെ വേറെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്സുമായിട്ട് മാം വീണ്ടും നമ്മുടെ ബി മാജിക്കിലോട്ട് തന്നെ വരണം. സോ എനിവേ നമുക്ക് അങ്ങനെയാണ് ഈ സെക്ഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച് ടീം മെമ്പേഴ്സ്, ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. Thank you. Thank you very much. Good day.